അണിയണിയായ മലക്കുകളും യജമാനനായ പടച്ചറപ്പും വരികയാ. അല്ലാഹു കടന്നു വന്നതാ അവന്റെ ഇരുപടത്തിലേക്ക് ഇരുന്നത് ചോദിക്കുന്നത് മനിൽ മുൽക്കിയോ, ആർക്കടായ അധികാരമാർക്കാ? അധികാരത്തിന്റെ പദവി കൊണ്ട് അഹങ്കരിച്ച പാവപ്പെട്ട ഗുജറാത്തിലെ മുസ്ലിം സമുദായത്തെ കൊന്നൊടുക്കിയ നരേന്ദ്രമോദിയെ പോലെ, മുസോളിനിയെ പോലെ, അഡോൾഫ് ഹിറ്റ്ലറിനെ പോലെ, ജോർജ് ഡബ്ല്യു ബുഷിനെ പോലെ സർവരം പടച്ചവന്റെ പരലോകത്തെ പേടിച്ച് വിറച്ചു നിൽക്കുന്നു. അല്ല ചോദിക്കുന്നത് മനിൽ മുൽക്കിയോ, ആർക്കടായ അധികാരമാർക്കാ? തുണയുള്ളവരുണ്ടോ? തന്റെ ഇടമുള്ളവരുണ്ടോ? ആർക്കാ എന്നത്തെ അധികാരമെന്ന് യജമാനനായ പടച്ചവന്റെ ചോദിക്കുമ്പോ ജനങ്ങളെല്ലാം അന്തപ്പെട്ട് അന്താളിച്ച് പേടിച്ച് വിറച്ചു നിൽക്കുമ്പോ അതാ അല്ല തന്നെ മറുപടി പറയുന്നില്ല. രാജാതിരാജനും സർവാധിപതിയും സർവാധിനാഥനുമായ എനിക്കാണ് ഇന്നത്തെ അധികാരം, എനിക്കാണ് ഇന്നത്തെ അധികാരം എന്ന് പറയുക. ജനങ്ങളെല്ലാവരും എല്ലാവരും സർവ്വ ലോകത്തിന്റെ നാനാഭാഗത്ത് പടച്ച റബ്ബ് ഒരു മനുഷ്യൻ ദുനിയാവിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ അവന് ഉറപ്പാണ് മരണം. മരണത്തോടുകൂടി തുടങ്ങുന്ന പരലോക ജീവിതത്തിൽ സർവ്വ മനുഷ്യരും എല്ലാവരും കാണും, ഒരാളും ശേഷിക്കില്ല. ഒരാളും ശേഷിക്കില്ല, മരണം ഉറപ്പാ. എല്ലാവരും ഇങ്ങനെ പേടിച്ച് നിൽക്കുമ്പോ പടച്ചറബ് തന്നെ മറുപടി പറയുക. ഒരാൾക്കും പറയാൻ കഴിയില്ല. എന്നറിയാം, ദുനിയാവില് ചെറിയൊരു അധികാരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവനാണ് രാജാവ്. അവൻ തീരുമാനിക്കും, അവൻ വരയ്ക്കും ഉസ്താദ് എവിടെ നിൽക്കണം, ഉസ്താദ് വീട്ടിൽ പോണോ, ഉസ്താദ് വേറെ എങ്ങോട്ടെങ്കിലും പോണോ, ഇതൊക്കെ ആര് തീരുമാനിക്കും? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആർക്കും വിദ്വേഷമോ വിഷമമോ തോന്നണ്ട. പള്ളി പരിപാലകരുണ്ടെങ്കിൽ അവരെ ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾക്ക് രാജാവിന്റെ പദവി, അത് നിങ്ങൾ എങ്ങനെയാണോ വിനിയോഗിക്കുന്നത് അതിന് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് പ്രതിഫലവുമുണ്ട്, ശിക്ഷയുമുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. അപ്പൊ അള്ളാഹുവിന്റെ കോടതിയിൽ പടച്ച റബ്ബ് വന്നിരിക്കുകയാണ്. അള്ളാഹു വന്നിരുന്നതിന് ശേഷം എല്ലാവരെയും ഇങ്ങനെ നോക്കിയിട്ടാ ചോദിക്കുന്നതിൽ മനിൽ മുൽക്കിയോ, ആർക്കാ ഇന്നത്തെ അധികാരം? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എഴുന്നേറ്റ് എനിക്കാണ് ഇന്നത്തെ അധികാരം? ആർക്കും പറയാൻ കഴിയില്ല, ആർക്കും മിണ്ടാൻ കഴിയില്ല. എല്ലാവരും പേടിച്ചു നിൽക്കുകയാണ്. ശരീരമായി എങ്ങനെ വിയർത്ത് ഉരുകി ഒലിക്കാൻ തുടങ്ങുന്ന സമയത്താ പടച്ച റബ്ബ് ചോദിക്കുന്നത്. അള്ളാഹുവിന്റെ ആ ഒരു നോട്ടം മതി. അള്ളാഹു കാത്തിരശികുമാറാകട്ടെ. പരലോക ജീവിതം